എസ് ജാനകി അമ്മയ്ക്കൊപ്പം വേദിയിലും റെക്കോർഡിംഗിലും ഒരുമിച്ച് പാടാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുകയാണ് പിന്നണി ഗായകനായ പി.കെ. സുനിൽകുമാർ. ജാനകി അമ്മ കോഴിക്കോട് അവസാനമായി പങ്കെടുത്ത സ്റ്റേജ് ഷോയിലാണ് സുനിൽകുമാറിനൊപ്പം പാടിയത്. അമ്മ അന്ന് താമസിച്ചതും ഇദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു. ജാനകി അമ്മയുടെ കേരളത്തിലെ അവസാന സ്റ്റേജ് ഷോ നടന്നത് കോഴിക്കോടാണ് 2016. അന്ന് അമ്മയ്ക്കൊപ്പം വേദിയിൽ ഒരുമിച്ച് പാടാൻ ഭാഗ്യം ലഭിച്ച ഗായകനാണ് എന്നോടൊപ്പം ചേരുന്നത്. അതിനു മുൻപും ഒരുമിച്ച് പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. ഇപ്പോൾ അമ്മ വിട പറയുകയാണ്. ഒരുപാട് തവണ വേദിയിലും ഒക്കെ പാടാനുള്ള ഭാഗ്യം കിട്ടിയ ആളാണല്ലോ. എങ്ങനെയാണ് ഓർത്തെടുക്കുന്ന നിമിഷങ്ങളൊക്കെ? നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ഇന്ന് കണ്ടിരിക്കുന്ന പാട്ടുകാരെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ ജീവിക്കുന്നതും ഏറ്റവും സിംപ്ലിഫൈഡ് മാനറിൽ പെരുമാറുന്നതും വളരെ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനുള്ള മഹത്തായ ഗായികയാണ് അമ്മ. അതിൽ അപ്പുറത്തേക്ക് നമുക്കൊരാളില്ല എന്ന് തന്നെ പറയാം. ബിഗ് ലോസാണ്. കാരണം എന്നെയൊക്കെ സംബന്ധിച്ചോളം അമ്മയുടെ ഒപ്പം അങ്ങനെയുള്ള പ്രഗത്ഭരോടൊപ്പം പങ്കെടുക്കാൻ പറ്റിയത് തന്നെ മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. ജാനകി അമ്മയുടെ കൂടെ അന്ന് പാടിയ പാട്ട് ഏതായിരുന്നു? അമ്മയുടെ ഒപ്പം ഞാൻ പാടിയത്, പ്രോഗ്രാമിൽ പാടിയത് അകലേ അകലേ നീലാകാശം. ശേഷം അമ്മ എന്ത് പറഞ്ഞു? പാടി കഴിഞ്ഞതിന് ശേഷം അവൻ നമ്മളെ തമ്പി എന്നാണ് പറയുമ്പോൾ. ഞാൻ തമ്പി അല്ല, പുറക്കാത്ത പയ്യൻ എന്ന് പറയാം. 98 ഫസ്റ്റ് റെക്കോർഡിങ് സ്നേഹസമ്മാനം എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങിന് വേണ്ടിയിട്ടാണ് പാടുന്നത്. അതിൽ അമ്മയോടൊപ്പം ഒരു ഡിവറ്റ് പാടാൻ പറ്റി. പുത്തഞ്ചേരി എഴുതിയ യേശുവേ രക്ഷക എന്ന്. യേശുവേ രക്ഷക പാരിതിൻ നായക. വലിപ്പ ചെറുപ്പമൊന്നുമില്ല. നമ്മളെ ഹാർട്ട് ടു ഹാർട്ട് എന്ന് പറയുന്ന കാര്യം ഹൃദയത്തോട് ചേർത്തിട്ട് പെരുമാറുന്ന ഒരു രീതി, ഒരു ബ്രദറെ പോലെ അല്ലെങ്കിൽ ഒരു മകനെ പോലെ ഉള്ള ഒരു സമീപനമാണ്. ഇവിടെ കോഴിക്കോട് വന്ന സമയത്ത് ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത് അല്ലേ? അതെ അതെ, ഇവിടെയാണ് അധിക സിംഗേഴ്സ് വന്നാലും ആ ഒരു ബന്ധം ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, റാപ്പോ. അപ്പം രാവിലെ മോർണിംഗ് എത്തി പിന്നെ ഇവിടെ തന്നെയായിരുന്നു ആ ഡേ ഫുള്ള് മകനും. അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ? താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും. അമ്മ വന്ന ആ നിമിഷം അങ്ങനെ മനസ്സിൽ തന്നെയുണ്ട്. അന്നത്തെ ആ നോട്ടീസ് പോലും ഒരു നിധിയായി കയ്യിൽ കരുതി വെച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. പല ആളുകൾക്കും അല്ല പല ആർക്കും കിട്ടാതെ പോയ ഒരു സൗഭാഗ്യങ്ങളിലൊന്നാണ്. അപ്പം ഒരു നിധി തന്നെയാണ്. അമ്മയെ അവസാനമായി കാണാൻ വേണ്ടി പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും. അമ്മയ്ക്കൊപ്പം ഒരുമിച്ച് പാടാൻ കഴിഞ്ഞതിൻ്റെ, ഒരുപാട് നിമിഷങ്ങൾ ഒരുമിച്ച് ചിലവഴിക്കാൻ കഴിഞ്ഞതിൻ്റെ ആ ഒരു ഓർമ്മകളെല്ലാം തന്നെ അമൂല്യ നിധി പോലെ മനസ്സിൽ സൂക്ഷിക്കുകയാണ്, കൊണ്ടു നടക്കുകയാണ് ഗായകനായ സുനിൽകുമാർ.